ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് RPFൻ്റെ സയൻസിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ക്ലാസ്സസ് എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് എ സ്റ്റഡി ഓഫ് മസിൽസ് കോൾഡ്? മസിൽസിനെ പറ്റിയുള്ള സ്റ്റഡി, പഠനത്തെ എന്താണ് നമ്മൾ പറയുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. മയോളജി, സൈറ്റോളജി, ഫിസിയോളജി, അതേപോലെ ജെനറ്റിക്സ്. ഇതിലേതാണ് ആൻസർ വരുന്നത്? പെട്ടെന്നൊന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞേ, ഏതാണ്? മയോളജിയാണ് ആൻസർ. മയോളജി. എന്താണ് മയോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് മസിൽസ് ആണ് എന്തെന്ന് പറയുന്നത്? മയോളജി എന്ന് പറയുന്നത്. അതുപോലെ സൈറ്റോളജി എന്താണ്? സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോളജി എന്ന് പറയുന്നത്. ഇനി ഫിസിയോളജി എന്താണ്? ഫിസിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി പ്രോസസ്സസ് അല്ലെങ്കിൽ വർക്ക്സ്. നോക്കിയേ, എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതിനെപ്പറ്റി പഠിക്കുക. അതിപ്പം സെല്ലിനെ പറ്റിയാവാം, ടിഷ്യൂവിനെ പറ്റിയാവാം, മൊത്തത്തിൽ ആ ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത്, ഹൗ ഹ്യൂമൻ ബോഡി വർക്ക്സ്, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിസിയോളജി എന്ന് പറയുന്നത്. അതുപോലെ ജെനറ്റിക്സ് എന്താണ്? ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് പാരമ്പര്യമായിട്ട് ഇപ്പോൾ നമ്മുടെ പേരൻസിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്, ജെനറ്റിക് പരമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റഡി ഓഫ് മസിൽസ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? മയോളജിയാണേ. മസിൽസ് എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് മസിൽസാണ് നമ്മുടെ ബോഡിയിലുള്ളത്? 3 ടൈപ്പ് മസിൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സ്ട്രയേറ്റഡ് ഉണ്ട്, നോൺ സ്ട്രയേറ്റഡ് ഉണ്ട്, കാർഡിയാക് ഉണ്ട്. അപ്പം ഈ 3 ടൈപ്പ് ഓഫ് മസിൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെൽറ്റൽ മസിൽ എന്നും പറയും. സ്കെൽറ്റൽ മസിൽ അല്ലെങ്കിൽ സ്കെൽറ്റൻ മസിൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ബോൺസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. അവരുടെ നമ്മൾ പടം വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, പടം വരച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ സ്ട്രയേഷൻസ് പോലെയുണ്ട്, ഇങ്ങനെ സ്ട്രിപ്സ് പോലെ, ഇങ്ങനെ വര പോലെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രയേറ്റഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇവർക്ക് ഒത്തിരി ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇവർ എന്തെന്ന് പറയാം? മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് പറയാം. ആരെ? സ്ട്രയേറ്റഡ് മസിൽസിനെ. അപ്പോൾ സ്ട്രയേറ്റഡ് മസിലിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ സ്കെൽറ്റൽ മസിൽ എന്ന് പറയും. കാരണം എന്താണ്? നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. അതേപോലെ അവർക്ക് സ്ട്രിപ്സ്, വര പോലെയുണ്ട്, സ്ട്രിപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രയേറ്റഡ് എന്ന് പറയുന്നത്. ഇനി അവർക്ക് ഒരു മയോഫൈബറിൽ എടുത്താൽ തന്നെ അതിൽ ഒത്തിരി ന്യൂക്ലിയസുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് പറയും. അതേപോലെ ഇവർ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? ഇൻവോളണ്ടറി ആണോ? വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൺട്രോളിൽ നടക്കുന്ന കാര്യങ്ങളാണ് വോളണ്ടറി. ഇനി നമ്മുടെ അറിവില്ലാതെ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൺട്രോളിൽ അല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത്? ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. സ്ട്രയേറ്റഡ് മസിൽസ് നോക്കിയാൽ നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലല്ലേ. അപ്പോൾ നമ്മൾ കൈ അനക്കണമെങ്കിലും കാലനക്കണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണ്? വോളണ്ടറി ആണ്. നമ്മുടെ കൺട്രോളിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആരെപ്പറ്റി ഓർത്തിരിക്കുക? സ്ട്രയേറ്റഡ് മസിലിനെ പറ്റി ഓർത്തിരിക്കുക. ഇനി നോൺ സ്ട്രയേറ്റഡ് മസിൽ എടുത്താലോ? നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എങ്ങനെയാണ്? നോൺ സ്ട്രയേറ്റഡ് മസിൽസിനെ നമ്മൾ സ്മൂത്ത് മസിൽ എന്ന് പറയും. ഈ സാധാരണ കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്ക് നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടാണ്. ഇൻറ്റസ്റ്റൈനിലൊക്കെയാണ് ആരെ കാണപ്പെടുന്നത്? ഈ നോൺ സ്ട്രയേറ്റഡ് മസിലിനെ കാണപ്പെടുന്നത്. സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നോൺ സ്ട്രയേറ്റഡ് മസിലിന് ഞാൻ പടം ഒന്ന് ഇവിടെ വരയ്ക്കാവേ, നിങ്ങൾ നോക്കണേ, ശ്രദ്ധിക്കണേ. ഇത് നോക്കിയേ, ഇങ്ങനെയാണ് ഏകദേശം.
ഓക്കെ, ഇത് നോക്കിയേ, ഇവരുടെ എൻഡ് എങ്ങനെയാണ് ദാണ്ട് ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും. എന്ന് വെച്ചാൽ എൻഡ് എന്താണ്, ടേപ്പേർഡ് ആയിരിക്കും. ടേപ്പേർഡ് എന്ന് പറയുമ്പോൾ എന്ത്, കൂർത്തിട്ടിരിക്കുമായിരിക്കും. അതേപോലെ ഇവർക്ക് ദാണ്ട് ഇതിൽ ഞാൻ വരച്ചില്ലായിരുന്നു സ്ട്രേഷൻസ്, അത് ഇവർക്കില്ല, സ്ട്രേഷൻസ് ഇല്ല. പക്ഷേ ഒരാളെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. അപ്പോൾ ഇവരെങ്ങനെയാണ്, ഇവർ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ ആരെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നോൺ സ്ട്രേറ്റഡ് മസിലിനെ പറ്റിയാണ്. ഇവരെ സ്മൂത്ത് മസിൽസ് എന്ന് പറയും. അതുപോലെ ഇവർക്ക് നമ്മൾ സ്ട്രേറ്റഡ് പഠിച്ച പോലെ ഇവർക്ക് എന്തില്ല, സ്ട്രേഷൻസ് ഇല്ല, സ്മൂത്താണ്. അതുപോലെ ഇവരുടെ എൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, കൂർത്തിട്ടാണ്, ടേപ്പേർഡ് ആണ്. ഇനി ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ, അതെന്താണ്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി നമുക്കറിയാം സ്മൂത്ത് മസിൽസ് സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ആണ്. അപ്പോൾ അത് വോളണ്ടറി ആയിരിക്കുമോ ഇൻവോളണ്ടറി ആയിരിക്കുമോ? വയറ്റിലും നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെ കുടലിലൊക്കെ നടക്കുന്നത് നമ്മുടെ കൺട്രോളിലാണോ നടക്കുന്നത്? അല്ല. ഫുഡ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എടുക്കും, പക്ഷേ താഴോട്ടും അങ്ങോട്ടും നമ്മുടെ കൺട്രോളിലല്ല. അപ്പം ഇവരെന്താണ്, ഇവർ ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി മസിൽസ് ആണ് ആരെന്ന് പറയുന്നത്, നോൺ സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ഇനി കാർഡിയാക്ക് നോക്കിയേ, കാർഡിയാക്ക് മസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എവിടെയാണ്, നമ്മുടെ ഹേർട്ട് വാൾസിൽ, നമ്മുടെ ഹൃദയത്തിൽ വോൾസിൽ കാണപ്പെടുന്ന മസിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഡിയാക്ക് മസിൽ എന്ന് പറയുന്നത്. അപ്പം കാർഡിയാക്ക് മസിൽ ഇനി വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? ഹേർട്ട് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? ഇൻവോളണ്ടറി, ഓഫ് കോഴ്സ് ഇൻവോളണ്ടറി ആണ്. കാരണം എന്താണ്, നമ്മുടെ കൺട്രോളല്ല, ഹേർട്ട് എപ്പോഴും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ ബിസിയസ്റ്റ് മസിൽ എന്നറിയപ്പെടുന്നത്, ബിസിയസ്റ്റ് മസിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മസിലാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കാർഡിയാക്ക് മസിൽ എന്ന് പറയുന്നത്. ബിസിയസ്റ്റ് മസിൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്, നമ്മുടെ കാർഡിയാക്ക് മസിലിനെയാണ്. അപ്പം 3 തരത്തിലുള്ള മസിൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സ്ട്രേറ്റഡ്, നോൺ സ്ട്രേറ്റഡ്, കാർഡിയാക്ക്. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോണത്. അപ്പം ഇതിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് എവിടെയാണ്, ആപ്പിൽ അവൈലബിൾ ആണ്, ദിശയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അതിൽ കയറിക്കഴിഞ്ഞ് നോക്കിയാൽ ഡെമോ ക്ലാസ്സസ് ഒക്കെ കാണാം. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് എന്ത് ചെയ്യാം, ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്, അത് കാണാം. അതേപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. എല്ലാ സബ്ജക്റ്റും, മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതുപോലെയാണ് പോകുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് മസിൽസ്? സ്ട്രേറ്റഡ് ഉണ്ട്, നോൺ സ്ട്രേറ്റഡ് ഉണ്ട്, കാർഡിയാക്ക് ഉണ്ട്, വോളണ്ടറി ആരാണ്, ഇൻവോളണ്ടറി ആരാണ്, എല്ലാം ഓക്കെ ആണല്ലോ. ന്യൂക്ലിയേറ്റഡ് ആരാണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ്, എല്ലാം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മസിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പുറമേ ഒരു ലെയർ ഉണ്ട്. ആ ലെയർ ഓഫ് ടിഷ്യൂ നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സാക്രോലിമ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താണ്, മസിൽസിനെ പുറത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെയർ ഓഫ് ടിഷ്യൂ നമ്മൾ പറയുന്നത് എന്താണ്, സാർക്കോലിമ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കാരിയർ ഓഫ് ഡെങ്കു വൈറസ്? ഡെങ്കു വൈറസ് ക്യാരി ചെയ്യുന്ന ഏത് ഏജൻ്റാണ്? നമുക്കറിയാം മൊസ്കിറ്റോ ആണ്. ഇതിൽ ഏത് മൊസ്കിറ്റോ ആണെന്നാണ് ചോദ്യം. ഏതാണ്? നോക്കിയേ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ പെട്ടെന്ന്. അറിയാവോ? ഏതാണ്? ബി ഓപ്ഷനാണ്, ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ ആണ്. ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്, ഡെങ്കു വൈറസ് കോസ് ചെയ്യുന്നത്. അതുപോലെ ഏതാണ്, ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ കോസ് ചെയ്യുന്ന ഡിസീസ് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാവോ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ കോസ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതാണ്? മലേറിയയാണ്. മലേറിയ പക്ഷേ എന്താണ്, ഒരു വൈറൽ ഡിസീസ് അല്ല. ഇതെന്താണ്, ഒരു പ്രോട്ടോസോവനാണ് കോസ് ചെയ്യുന്നത്. ഒരു പ്രോട്ടോസോവൻ കോസ് ചെയ്യുന്ന ഡിസീസാണ് ഏതെന്ന് പറയുന്നത്, മലേറിയ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് കാരിയർ ഓഫ് ഡെങ്കു വൈറസ് ചോദിച്ചാൽ ഏതാണ്, ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോയാണ്. അതുപോലെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, മലേറിയയാണ്. മലേറിയ ഒരു വൈറൽ ഡിസീസ് അല്ല, അതെന്താണ്, ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ഡെങ്കു എന്താണ്, വൈറസാണ്. ഓൾറെഡി ഇതിലോ തന്നെ ഉണ്ട്. അപ്പം നമുക്കറിയാം കുറേ പതോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ പതോജൻസ് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം. അപ്പം ഈ ഇതിൽ ബാക്ടീരിയ വരാം, വൈറസ് വരാം, പ്രൊട്ടോസോവൻസ് വരാം, ഹെൽമിൻസ് വരാം, എന്ന് പറഞ്ഞാൽ വേംസ് പോലത്തെ വരാം. അപ്പം ഇതിനെല്ലാം ഓരോന്നിനായിട്ട് പല ഡിസീസസ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, പ്രൊട്ടോസോവൻ ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസ് നമ്മളിന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതാണ്? കോമൺ കോൾഡ്. കോമൺ കോൾഡ് നമ്മൾ സാധാ ജലദോഷം. കോമൺ കോൾഡ് കോസ് ചെയ്യുന്നത് ഏതാണ്? റൈനോ വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു വൈറസാണ് എന്ത് ചെയ്യുന്നത്? കോമൺ കോൾഡ് കോസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് കോസ് ചെയ്യുന്നത് ആരാണ്? വേരിയോള വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്മോൾ പോക്സ് കോസ് ചെയ്യുന്നത്. അതേപോലെ റാബിസ്, വിഷബാധ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് കോസ് ചെയ്യുന്നത് എന്താണ്? പറഞ്ഞേ. റാബിസ് ലൈസ വൈറസ്. റാബിസ് ലൈസ വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്? റാബിസ് കോസ് ചെയ്യുന്നത്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് 3 പേരുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ട്, ഒരു ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഉണ്ട്. അപ്പം ഈ വൈറസസുകളാണ് എന്ത് ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യുന്നത്. ഈ ഓരോ ഡിസീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് നോക്കിയേ. മീസിൽസ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് ആരാണ്? ഏതാണ്? നിങ്ങൾ നോക്കിയേ. ഇത് ഇത്രയും ഓക്കെ ആണോ? കോമൺ കോൾഡ് എന്താണ്? റൈനോ വൈറസ്. സ്മോൾ പോക്സ് വേരിയോള വൈറസ്. റാബിസ് ലൈസ വൈറസ്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് എളുപ്പമാണ്, ആ പേരിൻ്റെ പോലെ തന്നെ. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യുന്നത്. അതേപോലെ മീസിൽസ് കോസ് ചെയ്യുന്നത് എന്താണ്? റുബിയോള വൈറസാണ്. റുബിയോള വൈറസാണ് എന്ത് ചെയ്യുന്നത്? മീസിൽസ് കോസ് ചെയ്യുന്ന. പോളിയോ നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടിട്ടാണ്? വൈറസ് കൊണ്ടിട്ടാണ്. പോളിയോ വൈറസ് തന്നെയാണ്. ഇനി നോക്കിയേ, ഇൻഫ്ലുവൻസ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇൻഫ്ലുവൻസ വൈറസാണ്. അതേപോലെ എൻസെഫാലൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത് വൈറസാണ്. ഏത് വൈറസാണ്? ഹെർബ്സ് സിംപ്ലെക്സ് വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്? എൻസെഫാലൈറ്റിസ് കോസ് ചെയ്യുന്നത്. ഇനി മംസ് ആണെങ്കിലോ, മംസ് കോസ് ചെയ്യുന്ന ആരാണ്? പാരാമിക്സോ വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്? മംസ് കോസ് ചെയ്യുന്നത്. അതേപോലെ കോവിഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്? കൊറോണ അതും ഒരു വൈറസ് ആണ്. കൊറോണ വൈറസ് ആണ് എന്ത് ചെയ്തത്? കോവിഡ് വരാൻ കാരണം. അപ്പോൾ നോക്കിയേ, കോമൺ കോൾഡ് റൈനോ വൈറസ്, സ്മോൾ പോക്സ് വേരിയോള വൈറസ്, റാബിസ് ലിസ വൈറസ്. അതേപോലെ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി വൈറസുകളാണ്. അതേപോലെ മീസൽസ്, റുബിയോള വൈറസ്, പോളിയോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്. എൻസെഫാലൈറ്റിസ് കോസ് ചെയ്യുന്ന ഹെർബ്സ് സിംപ്ലെക്സ് വൈറസ് ആണ്. മംസ് ആണെങ്കിലോ പാരാമിക്സോ വൈറസ്. 10ാമത്തത് കൊറോണ വൈറസ്. ഇനി വൈറസുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡിസീസസ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അപ്പം ഡെങ്കു വൈറസ് ക്യാരി ചെയ്യുന്നത് ഏത് മൊസ്കിറ്റോ ആണ്? ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ ആണ്. അപ്പോൾ അടുത്ത നോക്കിയേ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന പോർഷൻ വരുന്നത് എവിടെയാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പാർട്സും കാര്യങ്ങളും എല്ലാമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? ഓക്കെ, സീക്കം ഇവിടെ ഒരു എയില്ല. സീക്കം, കോളൻ, റെക്റ്റം. ഈ 3 പാർട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ പാർട്ട് ഏതാ? സീക്കമാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? കോളൻ. മൂന്നാമത്തെ പാർട്ട് എന്താണ്? റെക്റ്റം എന്ന് പറയുന്ന ലാസ്റ്റ് പാർട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ലാസ്റ്റ് പാർട്ടാണ്. ഇനി റെക്റ്റവും കൂടെ കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? ഏനസ് ആണ്. ഏനസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഇതിൽ കൂടെ എന്ത് ചെയ്യും? വേസ്റ്റ് ഇജക്റ്റ് ചെയ്യും. അപ്പം ഇതിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ 3 പാർട്ടാണ് സീക്കം, കോളൻ, റെക്റ്റം. അതിൽ ഫസ്റ്റ് പാർട്ട് എന്താണ്? സീക്കമാണ്. സീക്കത്തിലൊരു ചെറിയ പൗച്ച് പോലെ ഒരു ഓർഗൻ ഉണ്ട്, ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ഉണ്ട്. അതിൻ്റെ പേരെന്തുവാ?
അതിൻ്റെ പേരെന്തുവാ? അപ്പൻഡിക്സ് എന്നാണ് പറയുന്നത്. അപ്പൻഡിക്സ്, വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം അപ്പൻഡിക്സ് കാണപ്പെടുന്ന പാർട്ട് ഏതാണ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ സീക്കത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പൗച്ച് പോലെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ത്? വെർമിഫോം അപ്പൻഡിക്സ്. അതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. വെസ്റ്റീജിയൽ ഓർഗൻ. വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് ഉണ്ടോണ്ട് നമുക്ക് കിട്ടി, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. ചുമ്മാ ഒരു ഓർഗൻ അവിടെ ഇരിപ്പുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബോഡിക്ക് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം അപ്പൻഡിക്സ് വരുന്നത് ഏത് പോർഷനിൽ നിന്നുമാണ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ സീക്കം എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് വരുന്നത്. അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ ലാർജ് ഇൻറ്റസ്റ്റൈനെ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ആരെന്ന് പറയുന്നത്? സീക്കം എന്ന് പറയുന്നത്. അപ്പം സീക്കം നമ്മൾ പറഞ്ഞു, കോളം പറഞ്ഞു. മെഡുല്ല എന്താ? മെഡുല്ല എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പോർഷനാണ്. കിഡ്നി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയുടെ ഔട്ടർ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ഔട്ടർ ഒരു ഭാഗത്തെ പറയുന്നതാണ് എന്തെന്ന്? കോർട്ടെക്സ് എന്ന് പറയും. ഈ ഉൾഭാഗത്തെ പറയുന്നതാണ് മെഡുല്ല എന്ന് പറയുന്നത്. മെഡുലറി റീജിയൻ അല്ലെങ്കിൽ മെഡുല്ല എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്തുള്ള പുറത്തുള്ള ലെയറിനെ പറയുന്ന പേരെന്തുവാ? അതിനെ പറയുന്നത് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ക്യാപ്സ്യൂൾ. അപ്പോൾ കിഡ്നിയുടെ അകത്തുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഡുല്ല എന്ന് പറയുന്നത്. ഈ വില്ലി ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഇത് കാണപ്പെടുന്ന എവിടെയാണ്? ഇത് കാണപ്പെടുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. വില്ലി കാണപ്പെടുന്ന എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഈ മൂന്നിൻ്റെയും കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്ന എവിടെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതേപോലെ അബ്സോർപ്ഷനും ഇവിടെ നടക്കുന്നുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അബ്സോർപ്ഷൻ ഉണ്ട്, എന്നാലും കൂടുതലായിട്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എന്തോ ഡൈജഷൻ അബ്സോർപ്ഷൻ എല്ലാം കൂടെ കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തുണ്ട്? വില്ലിയും കൂടെ ഉള്ളപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സർഫസ് ഏരിയ കൂട്ടാൻ പറ്റും. സർഫസ് ഏരിയ കൂട്ടുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർപ്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് വില്ലി ഉള്ളത്. അപ്പോൾ വില്ലി നമ്മുടെ ബോഡിയിൽ ഏത് പാർട്ടിലാണെന്ന് വെച്ചാൽ ഏത് പാർട്ടിലാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലല്ല. ലാർജ് ഇൻറ്റസ്റ്റൈനിലെ 3 പാർട്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നോക്കിയേ. ഹു ഡെവലപ്ഡ് സ്മോൾ പോക്സ് വാക്സിൻ? സ്മോൾ പോക്സ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആരാന്നാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ ആൻസർ എന്തുവാ? കിട്ടുന്നുണ്ടോ? സ്മോൾ പോക്സ് കോസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു വൈറസ് ആണ്. വാക്സിൻ കൊണ്ടുവന്നത് ആരാ? വാക്സിൻ കൊണ്ടുവന്ന് കിട്ടിയോ? എന്താണ് ആൻസർ? എഡ്വേർഡ് ജെന്നർ ആണ് എന്ത് ചെയ്തത്? സ്മോൾ പോക്സിൻ്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നറിനെ തന്നെയാണ് എന്താണ്? ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്തെങ്കിലും പുറത്തുനിന്ന് നമ്മുടെ ഫോറിൻ സബ്സ്റ്റൻസ് ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പം ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നതും ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ ആണോ? അപ്പോൾ സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അതേപോലെ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നതും ആരെയാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഇനി അലക്സാണ്ടർ ഫ്ലെമിംഗ് നിങ്ങൾക്ക് അറിയാവോ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒരു ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ്? ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് എന്ത് ചെയ്തത്? പെൻസിലിൻ കണ്ടുപിടിച്ചത്. അതുപോലെ ലൂയിസ് പാസ്റ്റർ എന്താ കണ്ടുപിടിച്ചത്? ലൂയിസ് പാസ്റ്റർ ആണ് എന്ത് കണ്ടുപിടിച്ചത്? റാബിസ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. റാബിസിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നത് ആരാണ്?
ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ ആണ് എന്ത് കണ്ടുപിടിച്ചത്? റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത്. അതേപോലെ റോബർട്ട് കോച്ചാണ് എന്ത് ചെയ്തത്? ട്യൂബർക്ലോസിസ് ഉണ്ടല്ലോ, ട്യൂബർക്ലോസിസ് ഡിസീസ്, അതിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? അതിനുള്ള വാക്സിൻ അല്ല, സോറി, അത് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് കണ്ടുപിടിച്ചത് ആരാണ്? കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് കൗച്ചാണ്. ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് കണ്ടുപിടിച്ചതാണ് ആരെന്ന് പറയുന്നത്? റോബർട്ട് കൗച്ച് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഓക്കെ ആണോ? സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ച ആരെന്ന് വെച്ചാൽ ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അതേപോലെ പെൻസിലിൻ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അതേപോലെ റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നത് ആരെയാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആരാ? ലൂയിസ് പാസ്റ്റർ ആണ്. ഈ റോബർട്ട് കൗച്ച് കണ്ടുപിടിച്ചത് എന്താണ്? ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം. എന്ത് ഓർഗാനിസം ആയിരുന്നു? ഒരു മൈക്രോ ബാക്ടീരിയ ആണ്. ഒരു ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്നത്. അപ്പം അത് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് കൗച്ച് ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിറ്റാമിൻ ഇയുടെ കെമിക്കൽ നെയിം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് അറിയാവോ? ആൻസർ കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നമുക്ക് കുറച്ച് വിറ്റാമിൻസ് ഏതൊക്കെയാണ്, വിറ്റാമിൻസ് പേരെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, ഈ സ്ലൈഡിൽ വിറ്റാമിൻ ഇ നോക്കിയേ. വിറ്റാമിൻ ഇ ഏതാ? ടോക്കോഫെറോൾ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ എ ഡി ഇ കെ ഈ നാല് പേരെന്താണ്? ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള എന്താണ്? വിറ്റാമിൻസ് ആണ്. ബാക്കി ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്. വാട്ടറിൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കാൻ പറ്റും. ആർക്ക്? ഈ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസിന്. ഓക്കെ ആണോ? അപ്പം വിറ്റാമിൻ എന് പറയുന്നതാണ് എന്ത്? റെക്റ്റിനോള്. ഡി എന്താണ്? കാൽസിഫെറോൾ. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റാമിൻ സി എന്താണ്? ഫില്ലോക്വിനോൺ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. വിറ്റാമിൻ B1 എന്താണ്? തയമീൻ ആണ്. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B3 നിയാസിൻ. വിറ്റാമിൻ B5 എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് ആണ്. മറന്നുപോകല്. വിറ്റാമിൻ B6 എന്താണ്? പിറിഡോക്സിൻ ആണ് വിറ്റാമിൻ B6 എന്ന് പറയുന്നത്. അടുത്ത വിറ്റാമിൻ B7 എന്താണ്? ബയോട്ടിൻ. B9 ആണെങ്കിലോ ഫോളിക് ആസിഡ്, ഇമ്പോർട്ടൻ്റ് ആണ് ഫോളിക് ആസിഡ്. അതുപോലെ വിറ്റാമിൻ B12 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സയനോകൊബാലമീൻ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ B12. വിറ്റാമിൻ സി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ്? അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി ആണ് എന്തെന്ന് പറയുന്നത്? അസ്കോർബിക് ആസിഡ്. ഈ വിറ്റാമിൻസിന് ഡെഫിഷ്യൻസി കൊണ്ടിട്ട് കുറേ ഡിസീസസ് വരാറുണ്ട്. അപ്പം ആ ഡിസീസസും പഠിക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാണ്? വിറ്റാമിൻസിൻ്റെ പേരാണ് നോക്കുന്നത്. അപ്പം വിറ്റാമിൻ എ എന്താണ്? റെക്റ്റിനോള്. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. വിറ്റാമിൻ B1, പിന്നെ B1 തൊട്ട് എന്തുവാ? B12 വരെയുണ്ട്. 1 തയമീൻ. 2 എന്താണ്? റൈബോഫ്ലാമിൻ. വിറ്റാമിൻ B3 എന്താണ്? നിയാസിൻ. 4 ഇല്ല, 5 ആണ് അടുത്തത്. വിറ്റാമിൻ B5 എന്താണ്? പാൻതോതെനിക് ആസിഡ്. B6 എന്താണ്? പെറിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 8 ഇല്ല. B9 ആണ് എന്തെന്ന് പറയുന്നത്? ഫോളിക് ആസിഡ്. B12 എന്താണ്? സയനോകൊബാലമീൻ ആണ്. വിറ്റാമിൻ സി എന്താണ്? അസ്കോർബിക് ആസിഡ്. അതേപോലെ ഓക്കെ, ADEK ഈ നാല് വിറ്റാമിൻസിന് നമ്മൾ എന്താണ്? ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്. ബാക്കി B1 B2 B3 B5 6 7 9 12 വിറ്റാമിൻ സി എല്ലാം എന്താണ്? വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്. ഓക്കെ ആണോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? അങ്ങനെ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. അപ്പം നോക്കിയേ,
നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. RPF, അതുപോലെ CGL, MTS, NTPC. അപ്പം ഈ 4 എക്സാംസിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റും ക്യൂസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെ പഠിക്കണം, കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അതൊന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് പർച്ചേസ് ചെയ്യുക. എല്ലാം ഇപ്പോൾ പറഞ്ഞാണെങ്കിലും ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സസ്, ഫുൾ ക്ലാസ്സസ് എന്താണ് അവൈലബിൾ ആണ്. ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ കൂടുതലും എന്താണ് വർക്ക് ചെയ്യുന്നവർ അല്ല വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൂടെ പഠിക്കാനായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ പൊതുവേ എന്താണ് എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് അവൈലബിൾ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതേപോലെ ലൈബ്രറി, ലാബ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പഠിക്കാം. അത് കുറച്ചുകൂടെ എന്തായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് സെക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പം അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇതിപ്പം പറഞ്ഞത് ഏതാണ്, ഓൺലൈൻ കോഴ്സസ് ആണ്. ഈ NTPC, MTS, RPFൻ്റെയൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഏത് വിധേന എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പം ഇത് ഓഫ്ലൈൻ്റെയാണ്. ഓഫ്ലൈൻ്റെ SSC, RRB, ബാങ്ക് അവൈലബിൾ ആണ് ക്ലാസ്സസ്. ബ്രാഞ്ചസ് ട്രിവാൻഡ്രത്ത്, കൊട്ടാരക്കര, കാലിക്കട്ട്, അതേപോലെ കൊല്ലം ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ ആയിട്ട് പോയി പഠിക്കുക. പഠിച്ച് എന്ത് ചെയ്യുക, ജോലി വാങ്ങിക്കുക. ഇനി ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി മീൻസ് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇവരെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെൻറ്റേഴ്സിന് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആരുണ്ടാവും, നിങ്ങളുടെ മെൻറ്റേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പം എല്ലാം സെറ്റാക്കി പഠിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഗ്രൂപ്പായിരിക്കും ഇനേർട്ട് ഗ്യാസസ് വരുന്നത്? നിങ്ങൾക്ക് കാണാവോ ഗ്രൂപ്പ്? ഇത് ഗ്രൂപ്പ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത് എന്താണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇവർ ഏത് ഗ്രൂപ്പാണ്? ഇവർ ഗ്രൂപ്പ് 18 ആണ്. ഗ്രൂപ്പ് 18 ആണ് ഇത്. ഗ്രൂപ്പ് 18ലാണ് ഏത് വരുന്നത്? നമ്മുടെ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സ് നമ്മൾ പറയുന്നത് എന്താണ്? ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുന്നത്. ആൽക്കലി മെറ്റൽസ്. ഇതെന്താണ്? ആൽക്കലി എർത്ത് മെറ്റൽസ്. ഇനി ഈ 3 തൊട്ട് 12 വരെ ഉള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. ഇത് നോക്കിയേ, ഇത് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രോജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി. ഇതിന് പറയുന്നത് എന്തുവാണ്? 17ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ ഏതാണ്? 17ാമത് നമ്മൾ ഹാലജൻസ് ആണ് പറയുന്നത്. ഹാലജൻസിലാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ വരുന്നത്. ഈ 16 ഏതാണ്? 16 ആണ് നമ്മുടെ ഓക്സിജൻ ഫാമിലി. 15 നമ്മുടെ നൈട്രോജൻ ഫാമിലി. ഓക്കെ ആണോ? ഇത് ഇത്രയും ഓക്കെ ആണോ? ഇത് കൂടാതെ 2 ആൾക്കാരും ഉണ്ട്. ആരൊക്കെയാണ്? ലാന്തനോയിഡും
ആ ആക്റ്റിനോയിഡും ആണ്. ആക്റ്റിനോയിഡും ലാന്തനോയിഡ് എവിടം തൊട്ട് എവിടം വരെയാ? 57 തൊട്ട് അറ്റോമിക് നമ്പർ 57 തൊട്ട് 71 വരെ ഉള്ളവർ എന്താണ്? ലാന്തനോയിഡുകളാണ്. അതേപോലെ ആക്റ്റിനോയിഡ് എവിടം തൊട്ട് എവിടം വരെയാണ് വരുന്നത്? ആക്റ്റിനോയിഡ് പറഞ്ഞേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവണമല്ലോ. 89 തൊട്ട് 103 വരെയാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റിനോയിഡുകൾ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ലാന്തനോയിഡും ആക്റ്റിനോയിഡും ഓക്കെ ആണോ? 57 to 71 ആണ് എന്തെന്ന് പറയുന്നത്? ലാന്തനോയിഡ്സ്. ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നത് 89 to 103 വരെയാണ്. ട്രാൻസിഷൻ മെറ്റൽസ്, ട്രാൻസിഷൻ എർത്ത് മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, പിന്നെ ഏതാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, പിന്നെ ഹാലജൻ ഫാമിലി. പിന്നെ ഏതാണ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഏതാണ്? ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടേബിൾ വെച്ചിട്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. ദ മെയിൻ കോൺസ്റ്റുവൻറ്റ് ഓഫ് സിമെൻറ്റ് മെയിൻ കോൺസ്റ്റുവൻറ്റ് എന്താണ്? സിമെൻറ്റ് മെയിൻ, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിമെൻറ്റ് മെയിൻ കോൺസ്റ്റുവൻറ്റ്? ആൻസർ അറിയാവോ? എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് മെയിൻ കോൺസ്റ്റുവൻറ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് മാത്രമാണോ? അല്ല. കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ടും കാൽഷ്യം അലൂമിനേറ്റ് ആയിട്ടൊക്കെ ആരുണ്ട്? നമ്മുടെ സിമെൻ്റ് ഉണ്ട്. അതിൽ മെയിൻ കോൺസ്റ്റുവൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കാൽഷ്യമാണ്. കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ദ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഇപ്പോൾ ഒരു ആറ്റം ആണെന്ന് വെച്ചോ, അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ പേരാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ഓപ്ഷനാണ്, വാലൻസ് ഇലക്ട്രോൺസ്. ഇനി എക്സൈറ്റിംഗ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുകയാണെന്ന് വെച്ചോ, കുറച്ച് ഒരു എനർജി നമ്മൾ കൊടുക്കുകയാണ്. എനർജി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് എക്സൈറ്റഡ് ആയിട്ട് അടുത്ത ഷെല്ലിലോട്ട് ഇത് ജമ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് എനർജി കിട്ടി എക്സൈറ്റഡ് ആയിട്ട് അടുത്ത ഷെല്ലിലോട്ട് പോണ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സൈറ്റിംഗ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. എക്സൈറ്റിംഗ് ഇലക്ട്രോൺസ്. ഓക്കെ ആണോ? അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അലോയി ദാറ്റ് കണ്ടെയ്ൻസ് ടിൻ. ഇത് കുറച്ച് അലോയികളാണ്. ഇതിൽ ഏത് അലോയിലാണ് ടിൻ ഉള്ളതെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ടിൻ ഉള്ളത് ആരിലാണ്? നോക്കിയേ, പഠിച്ചിട്ടുള്ളതാണോ നിങ്ങൾ? അലൂമലാണോ, ബ്രാസ് ആണോ, സ്റ്റീലാണോ, സോൾഡർ ആണോ? ഇതിൽ ഏതിലാണ് ടിൻ ഉള്ളത്? ടിന്ന് ഏതിലാണ്? പറഞ്ഞേ, ഏതിലാണ് ടിൻ ഉള്ളത്? ടിന്ന് ഡി ഓപ്ഷൻ, സോൾഡറിലാണ് എന്തുള്ളത്? ടിൻ ഉള്ളത്. സോൾഡറിൽ എന്തൊക്കെ കണ്ടൻ്റ് ആണുള്ളത്? സോൾഡർ ഒന്ന് നമുക്കറിയാം, ടിന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? SN വെച്ചിട്ടാണ്. ഇനി ടിൻ അല്ലാതെ വേറെ ആരാണുള്ളത്? ലെഡാണുള്ളത്, അല്ലെങ്കിൽ PB, പ്ലംബം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം സോൾഡറിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ടിന്നും ലെഡുമാണ് രണ്ട് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അലൂമൽ, ബ്രാസ്, സ്റ്റീൽ ഇതിലൊക്കെ ഉള്ള കണ്ടൻറ്റ്സ് എന്താ? അലൂമലിൽ എന്തൊക്കെയാണുള്ളത്? ഒരാളെ പറഞ്ഞ് അലൂമലിലുള്ളതാണ് ഒന്ന്, നമുക്ക് ആ പേര് വെച്ചിട്ട് തന്നെ കിട്ടും. എന്തായിരിക്കും? അലൂമിനിയം. പിന്നെ നിക്കലുണ്ട്, മാംഗനീസ് ഉണ്ട്, സിലിക്കൺ ഉണ്ട്. ഈ 4 കണ്ടൻ്റാണ് എവിടെയുള്ളത്? അലൂമലിലുള്ള. അലൂമിനിയം, നിക്കൽ, മാംഗനീസ് അതേപോലെ സിലിക്കൺ. ഈ 4 കണ്ടൻ്റാണ് എവിടെയുള്ളത്? അലൂമലിലുള്ളത്. ഇനി ബ്രാസ് ആണെങ്കിലോ, ബ്രാസിലുള്ളത് കോപ്പറും, സിങ്കാണോ ടിന്നാണോ? സിങ്കാണേ. ബ്രാസിലുള്ളത് എന്താണ്? കോപ്പറും സിങ്കും ആണ്. ബ്രോൺസിലും ആരുണ്ട്? ടിന്നുണ്ട്. കോപ്പറും ടിന്നുമാണ് ഏതിൽ വരുന്നത്? ബ്രോൺസിൽ വരുന്നത്. ബ്രാസിൽ എന്താണ്? കോപ്പറും സിങ്കും ആണ്. ഇനി സ്റ്റീലാണെങ്കിലോ, നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറയും. സ്റ്റീലിലുള്ള കണ്ടന്റ് ഏതൊക്കെയാണ്? ഇതിലുള്ള പോലെ നിക്കലുണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? നിക്കൽ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. അയൺ ഉണ്ട്.
അടുത്തത് ക്രോമിയം, കാർബൺ. അപ്പം ഇത്രയും പേരാണ് ഏതിലുള്ളത്? സ്റ്റീലിലുള്ളത്. അപ്പം നോക്കിയേ, ടിന്ന് ക്വസ്റ്റ്യൻ എന്താണ്? ടിന്നുള്ള അലോയ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടിന്നുള്ള അലോയ് ഏതാണ്? സോൾഡർ. ഓപ്ഷനിൽ സംഭവം സോൾഡർ ആണ്. ബ്രോൺസും കൂടെ വന്ന് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നോ? ഇല്ല, ബ്രോൺസിലും ടിന്നുണ്ട്. ബ്രോൺസിലും ടിന്നുണ്ട്, സോൾഡറിലും ടിന്നുണ്ട്. സോൾഡറിൽ ഏതൊക്കെയാണ്? ലെഡും ടിന്നും ആണുള്ളത്. ബ്രോൺസിലോ കോപ്പറും ടിന്നും ആണുള്ളത്. ബ്രാസ് ആണെങ്കിലോ കോപ്പറും സിങ്കും ആണ്. അലൂമിനിൽ അലൂമിനിയം, നിക്കൽ, മാംഗനീസ്, സിലിക്കൺ 4 പേരാണുള്ളത്. അതുപോലെ സ്റ്റീൽ ആണെങ്കിലോ സ്റ്റീലിൽ നിക്കൽ, അയൺ, ക്രോമിയം, കാർബൺ 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഏതിൽ? സ്റ്റീലിൽ. അപ്പോൾ ഇത് ഇത്രയും ഓക്കെ ആണോ? അലോയ്സ്, ഇനി അലോയ്സും ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അലോയ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി കാണാവോ? ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാ? ജെ തോമസ് ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. അതേപോലെ നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാ? ജെ തോമസോൺ. അതേപോലെ പ്രോട്ടോൺ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണെന്നറിയാം. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത് ചെയ്തത്? പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത്. ന്യൂട്രോൺ ആണെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോണിന് അവർക്ക് ചാർജ് ഉണ്ടോ? ഇല്ല, അവർ ന്യൂട്രലാണ്, അവർക്ക് ചാർജ് ഇല്ല. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്തത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഫോട്ടോൺ എന്ന് പറയുന്ന ബണ്ടിൽ ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ പറയും. ചെറിയ ബണ്ടിൽ ലൈറ്റിനെയാണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അതേപോലെ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിക്കുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോമസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ആറ്റം ആണെങ്കിലോ ജോൺ ഡാൾട്ടനും. ഫോട്ടോൺ ആണെങ്കിലോ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിന് നമ്മൾ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇൻറ്റു ടൈം. ഇതെന്താണ്? പവറാണേ. അപ്പം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് ചോദിച്ചാൽ എന്താണ്? പവറാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കുക. അപ്പം അടുത്ത നോക്കിയേ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്താ? റേഡിയൻ ആണോ? ഡിഗ്രി ആണോ? സ്റ്റെറേഡിയൻ ആണോ? അതേപോലെ ഏതാണ്? മീറ്റർ ആണോ? ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ഏതാണ്? SI യൂണിറ്റ് ഏതാണ്? സി ഓപ്ഷൻ സ്റ്റെറേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ അല്ലെങ്കിൽ സ്ക്വയർ റേഡിയൻ എന്ന് നമ്മൾ പറയും. സ്ക്വയർ റേഡിയൻ ഇതാണ് ഏതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പം ഈ 3D ആയിട്ടുള്ളതില്ലേ എന്ന് വെച്ചാൽ ക്യൂബ് 3D ക്യൂബുകൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ്, അതിലെ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയാം. നമുക്ക് വരച്ച് കാണിക്കാൻ പാടായിരിക്കും, 3D ആയിട്ടുള്ള ഇമേജാണ്. അപ്പം അതിലെ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ റേഡിയൻ എന്ന് പറയും. ഇനി പ്ലെയിൻ ആംഗിൾ ആണെങ്കിലോ? പ്ലെയിൻ ആംഗിൾ 3D ഒന്നുമല്ല, പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്താണ്? അതിൻ്റെ യൂണിറ്റാണ് റേഡിയൻ എന്ന് പറയുന്നത്. ഇത് റേഡിയൻ വരും, ഇതെന്ത് വരും? സ്ക്വയർ റേഡിയൻ വരും, അല്ലെങ്കിൽ സ്റ്റെറേഡിയൻ എന്ന് നമ്മൾ പറയും. ഓക്കെ ആണോ? ഇനി നോക്കിയേ, കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെ യൂണിറ്റും അബ്രിവേഷനും ആണ്. നോക്കിയേ, മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്, ഗ്രാം അല്ല, കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്? മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ലെങ്ത് ആണെങ്കിലോ മീറ്റർ, ടൈം ആണെങ്കിൽ സെക്കൻഡ്, ടെമ്പറേച്ചർ ആണെങ്കിലോ കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് അല്ല. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോള്, ഇലക്ട്രിക് കറണ്ട് ആണെങ്കിലോ ആംബിയർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ കാൺലെയാണ്. ഇതിനെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കിലോഗ്രാം kg, മീറ്റർ m ഇസ് സെക്കൻഡ്, അതുപോലെ എന്തോ കെൽവിൻ K, മോള് സ്മോൾ MOL എന്ന് എഴുതിയാൽ മതി. അതേപോലെ ആംബിയർ A വെച്ചിട്ട് ഇതെന്താണ്? CD, കാൻല. അപ്പം ഇത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി ഇതിൻ്റെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൻ്റെ യൂണിറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? പോർഷൻസ് എല്ലാം എന്ത് ചെയ്യുക?
പോർഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ച് ഓക്കെ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഇത്ര ഒരു പോർഷൻസ് പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന ആ രീതിയിൽ പഠിച്ചാൽ മതി. ജസ്റ്റ് പഠിക്കുക, എന്നിട്ട് ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. വീണ്ടും എന്തെങ്കിലും പോർഷൻ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പിന്നെ മിക്ക ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് തന്നെ വീണ്ടും ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, നോക്കുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെന്നൊന്ന് നോക്കിയേ. ഹൈഡ്രോമീറ്റർ ആണോ, മാനോമീറ്റർ ആണോ, കലോറിമീറ്റർ ആണോ, ഗാൽവനോമീറ്റർ ആണോ? ഇതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നത്? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. നോക്കിയേ, കിട്ടുന്നുണ്ടോ? ഓക്കെ, ഏതാണ്? കലോറിമീറ്റർ ആണ്. കലോറിമീറ്റർ ആണ് എന്തിനു വേണ്ടിയിട്ട്? ഹീറ്റ് ട്രാൻസ്ഫർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? കലോറിമീറ്റർ ആണ്. അതേപോലെ ഗാൽവനോമീറ്റർ എന്താണ്? ആ ഒരു സർക്യൂട്ടിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പോകുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുള്ളത്? ഗാൽവനോമീറ്റർ ഉള്ളത്. മാനോമീറ്ററും ഈ ഹൈഡ്രോമീറ്ററൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മാനോമീറ്ററും ഹൈഡ്രോമീറ്ററും നിങ്ങൾക്ക് അറിയാവോ? പറഞ്ഞേ. മാനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാ? ഏതെങ്കിലും ഒരു ഗ്യാസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ലിക്വിഡ് ആയിക്കോട്ടെ, അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? അതിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏതുള്ളത്? മാനോമീറ്റർ ഉള്ളത്. പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? മാനോമീറ്റർ ഉള്ളത്. ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. ലിക്വിഡോ ഗ്യാസോ ഏത് മീഡിയം ആയിക്കോട്ടെ അതിലെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? മാനോമീറ്റർ ഉള്ളത്. ഇനി ഹൈഡ്രോമീറ്ററോ? ഹൈഡ്രോ ആ പേര് തന്നെ എന്തോ ഉണ്ടല്ലോ, ഹൈഡ്ര, വാട്ടർ. അപ്പം എന്താണ്? ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, എയറിലുള്ള ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഹൈഡ്രോമീറ്റർ ഉള്ളത്. ഇത് ഇത്രയും ഓക്കെ ആണോ? ഏതൊക്കെ ഇൻസ്ട്രുമെൻസാണ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നത്, മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? കലോറിമീറ്റർ ആണ്. അതേപോലെ ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക് കറണ്ട്, ഒരു സർക്യൂട്ടിൽ കൂടെ പോണ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാനോമീറ്റർ ആണെങ്കിലോ ഏതൊരു മീഡിയം ആയിക്കോട്ടെ, എന്ന് പറഞ്ഞാൽ ഗ്യാസോ ലിക്വിഡോ ആയിക്കോട്ടെ, അതിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? മാനോമീറ്റർ ഉള്ളത്. അതേപോലെ ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? എയറിലുള്ള ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഹൈഡ്രോമീറ്റർ ഉള്ളത്. ഓക്കെ ആണോ? അടുത്തത്, ഇലക്ട്രിക് ബൾബിലുള്ള ഫിലമെൻറ്റ് ഓഫ് ഇലക്ട്രിക് ബൾബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഏതാണ്? ഇതിൽ ഏത് എലമെൻറ്റ് വെച്ചിട്ടാണ്? പെട്ടെന്ന് പറഞ്ഞ് ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്ന് പറയുന്ന എലമെൻറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇലക്ട്രിക് ബൾബ് ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ആ ഒരു കത്തുന്ന ആ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ടില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ആ ഫിലമെൻറ്റ് ഇതിൽ ഏത് എലമെൻറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? ടങ്സ്റ്റൺ ആണേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ട് വരിക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. അപ്പം നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ടോപ്പിക് വൈസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. മാത്സ്, റീസണിങ് എല്ലാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഡെമോ ക്ലാസ് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ഇനി സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുക.
എന്തായാലും ജോലി വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഏത് വിധേനയും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കിയത്. മസിൽസ്, സ്റ്റഡി ഓഫ് മസിൽ എന്ന് പറയുന്നത് എന്താണ്, മയോളജിയാണ്. അതേപോലെ ഡെങ്കു വൈറസ് കോസ് ചെയ്യുന്നത് ഫീമെയിൽ ഈഡിസ് മോസ്കിറ്റോ ആണ് ഡെങ്കു കോസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് വൈറസ് നമ്മൾ നോക്കി. അതുപോലെ ബാക്ടീരിയസ്, പ്രൊട്ടോസോവൻസും ഹെൽമിന്ത്, അങ്ങനെ കുറേ ഡിസീസസ്, വേറെ കുറേ ഡിസീസസും ഉണ്ട്. എയ്ഡ്സ്, അതേപോലെ പകരാത്ത ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള ക്യാൻസർ, അതൊക്കെ നമുക്ക് പഠിക്കാം, അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് വൈറസ് ആണ് പറഞ്ഞത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, അടുത്തത് നോക്കിയാൽ ലാർജ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫസ്റ്റ് പാർട്ട് ഏതാണ്, സീക്കോ ആണ്. കോളൻ റെക്റ്റം ഉണ്ട്, ലാസ്റ്റ് പാർട്ടാണ് റെക്റ്റം എന്ന് പറയുന്നത്. ഇനി സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ്, എഡ്വേർഡ് ജെന്നർ ആണ്. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് അറിയപ്പെടുന്നതും ആരാണ്, എഡ്വേർഡ് ജെന്നർ ആണ്. ഇനി വിറ്റാമിൻ ഇ ഏതാണ്, ടോക്കോഫെറോൾ ആണ് എന്തെന്ന് പറയുന്നത്, വിറ്റാമിൻ ഇ. അത് നമ്മൾ ഓൾറെഡി നോക്കി, വിറ്റാമിൻസ് എല്ലാം നോക്കി, ഇതിൻ്റെ പേര് അറിഞ്ഞിരിക്കുക. അതേപോലെ ഇത് കാരണം, ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസസും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കണം. ഇനി ഏതാണ് ഇനേർട്ട് ഗ്യാസ് വരുന്നത്, ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്, ഗ്രൂപ്പ് 18 ആണ്. അതിലാണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് വരുന്നത്. അതുപോലെ സിമെൻറ്റിലെ മെയിൻ കോൺസ്റ്റൻറ്റ് എന്തുവാണ്, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള ഇലക്ട്രോൺസ് ചോദിച്ചാൽ ഏതാണ്, ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ചോദിച്ചാൽ ഏതാണ്, ബാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഇനി ടിന്ന് ഉള്ള ഇത് ഏത് അലോയ് ആണെന്ന് ചോദിച്ചാൽ ആരാണ്, സോൾഡർ ആണ്. സോൾഡറിൽ എന്തുണ്ട്, ലെഡും ഉണ്ട്, ടിന്നും ഉണ്ട്. അതേപോലെ ടിന്നുള്ള വേറൊരാളും കൂടെ ഉണ്ട്, ആരാണ്, ബ്രോൺസ് ആണ്. ബ്രോൺസിൽ കോപ്പറും ടിന്നും ആണ്. അതേപോലെ ബ്രാസ് ആണെങ്കിലോ, ബ്രാസും ബ്രോൺസും കൂടെ തിരിഞ്ഞു പോലും, ബ്രാസിൽ കോപ്പർ സിങ്ക് ആണ്. ഓക്കെ ആണോ? അടുത്തത് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ആരാണ്, ജെ തോംസൺ ആണ്. ഇനി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റെറേഡിയൻ അല്ലെങ്കിൽ സ്ക്വയർ റേഡിയൻ ആണ്. ഇനി ഇൻസ്ട്രുമെൻറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്, കലോറി മീറ്റർ ആണ്. ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻറ്റ് ചോദിച്ചാൽ ഏത് സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്, ഏതാണ്, ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എക്സാംസ് എല്ലാം വരുവാണ്. ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പം ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.